ഇങ്ങനെ പ്രശ്നങ്ങളായി പിന്നെ ഒത്തിരി വഴക്കുകളായി. അപ്പോൾ പിന്നെ മോൻ്റെ ഫീസ് അടയ്ക്കാതെയൊക്കെ ആയി, വാൻ ഫീ കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ വന്ന് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു മോൻ്റെ ഫീസ് അടയ്ക്കേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് നിൻ്റെ മറ്റവനോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതാരാ ഈ മറ്റവൻ? എനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ വേറൊടായാലും ഉണ്ടായിട്ടില്ല, പിന്നെ ആരാ അണ്ണൻ ഉദ്ദേശിക്കുന്ന ഈ മറ്റവൻ എന്ന് പറഞ്ഞു. അത് നിൻ്റെ ആങ്ങളയ്ക്കും അറിയാം, ആങ്ങളമാർക്കും അറിയാം, നിനക്കും അറിയാം. ഞാൻ പറഞ്ഞു എൻ്റെ ആങ്ങളമാർക്കറിയാം, ഇതെന്താ അണ്ണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് അന്ന് കടയിട്ടൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് പിന്നെയും വഴക്കുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വീട് വിൽക്കണം, അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആൾക്കാർ വന്ന് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആൾക്കാരൊന്നും വരാതെയായി. അപ്പം ഞാൻ അറിയാതെ വീട്ടിലെ ആൾക്കാരെ വരുത്തി വീട് കച്ചവടമാക്കാനൊക്കെയുള്ള പദ്ധതി ഇട്ടു. ഫെബ്രുവരി 25 മാതൃഭൂമി പേപ്പറിനകത്ത് വീട് സ്ഥലവും കൂടി ലേലത്തിന് കൊടുത്തു. ലേലമാണെന്നും പറഞ്ഞ് പേപ്പറിൽ കണ്ടു. അപ്പോൾ രാവിലെ അണ്ണൻ ജോലിക്ക് പോയിരിക്കുക. രാത്രി വന്നപ്പോൾ ഞാനപ്പോൾ ഈ പാർട്ടിയിലെ ആളെ തന്നെ വിളിച്ച് ബന്ധപ്പെട്ടു. ഇങ്ങനെ ലേലപ്പരസ്യം കണ്ടല്ലോ ജേഷേ, എന്താ അപ്പോൾ ചേച്ചി ചേട്ടൻ വരുമ്പോൾ ചോദിച്ചിട്ട് എന്താ പറയുന്നത് അറിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ വന്ന് ഊണൊക്കെ കഴിഞ്ഞിരുന്നപ്പം ഞാൻ ചോദിച്ചു അണ്ണാ ഇങ്ങനെ പേപ്പറിൽ എന്താ കൊടുത്തത്? വീട് വിറ്റ് കടം വീട്ടായിരുന്നല്ലോ, അങ്ങനെ പാർട്ടി ഓഫീസിൽ വെച്ച് സംസാരിച്ചതല്ലേ, പിന്നെ എന്തിനാണ് അണ്ണൻ ഇങ്ങനെ ലേലത്തിൻ്റെ ഇതിലേക്ക് പോയത് എന്ന് പറഞ്ഞാൽ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതോ ഇനി അദ്ദേഹം വേറെ ബിസിനസ് എന്തെങ്കിലും സജീവമായിട്ട് നടത്താമെന്ന് വിചാരിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. അയാൾക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് ഈ വീട് വിറ്റിട്ട് ഇവിടെ നിർത്തിയിട്ട് അയാളുടെ നാട്ടിൽ പോയി റബ്ബർ കട ചെയ്യണമെന്നാണ് പറയുന്നത്. ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഇഷ്ടക്കേട് അയാൾക്ക് അതിലുണ്ടായി. നിങ്ങളുടെ വീടും ചുറ്റുപാടുമായിട്ട് മാത്രം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കാനൊരു താല്പര്യക്കുറവ്. രണ്ടാമത് ഈ വീട് വിറ്റിട്ട് അയാൾക്ക് ഇവിടുന്ന് മാറണം എന്നുള്ളത്. 12 ലക്ഷം ഉണ്ട്. 45 വരെ പറഞ്ഞതാ. അതുകൊണ്ടാണ് സാർ ഒരു 10 ലക്ഷം രൂപയെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ താമസിച്ചോ? അയാൾ പറഞ്ഞു ഇപ്പൊ എന്തായാലും ചെലവിനുള്ള കാര്യം പറഞ്ഞു, നിങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിലവിൽ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലെന്നുള്ളത് കോടതിയിൽ നിന്ന് ഉത്തരവായി. വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അയാൾ പറഞ്ഞു 10 ലക്ഷം രൂപ ഞാൻ തരാം. അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ 17,000 രൂപയെ കിട്ടിയുള്ളൂ, ബാക്കി 46,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എത്രയോ മുകളിലുള്ള എമൗണ്ട് അല്ലേ 10 ലക്ഷം രൂപ അല്ലേ? ഭാര്യയെ അല്ലാത്തൊരു സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ അധികാരമില്ലെന്ന് കോടതി ഉത്തരവായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ അധികാരമില്ല. അപ്പോൾ ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വാങ്ങാമായിരുന്നു എന്ന് നിങ്ങളുടെ ചുറ്റുപാടിനുള്ള ആരും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയില്ലേ? അതെ അല്ലേ? നിങ്ങൾ ഈ 10 ലക്ഷം രൂപ വാങ്ങിച്ച ആ കുഞ്ഞിന്റെ പേരിൽ എങ്കിലും നിങ്ങൾക്ക് ഇടായിരുന്നു. താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ളത് വന്നപ്പോ കോടതി വിധിച്ചില്ലേ നിങ്ങൾക്ക് അതിൽ യാതൊരു അധികാരവും ഇല്ലാന്ന് വിധിച്ചില്ലേ? അപ്പോൾ ഒരു കോംപ്രമൈസിലൂടെ എന്തെങ്കിലും ചെയ്ത് ഇച്ചിരൂടെ കിട്ടുവാണെങ്കിൽ ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൽ സമ്മതിക്കാതെ വന്നത്. 2 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ചെറിയ വീടുണ്ടാക്കി അതിനകത്ത് താമസിച്ചുകൊണ്ട് മോനെ പഠിപ്പിക്കാന്നുള്ള രീതിയിലാണ് 10 ലക്ഷത്തിന് സമ്മതിക്കാതെ. കൂടുതൽ തുക കിട്ടുവാണെങ്കിൽ അതാണ് പാർട്ടി ഓഫീസിൽ വെച്ച് അവർ 20 ലക്ഷം ആവശ്യപ്പെട്ടത്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് മാരേജ് ഡിക്ലറേഷൻ അല്ല, ഈ വസ്തു ഇവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവരുടെ ഫോട്ടോ ഒന്ന് കാണാം സാർ. ഇതാണ് ആ മനോഹരൻ. ഇത് വിവാഹത്തിന്റെ ഫോട്ടോ ആണല്ലേ? ഇത് ബറോഡയാണോ? ബറോഡയാണ്. ഇതിന്റെ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്, അത് കോടതിയിലാണ്. ഇവരും അദ്ദേഹമായിട്ടുള്ള വിവാഹം തെളിയിക്കുന്നതിന് മതി. പക്ഷേ ഈ സിൻസ് ദി ഏർലിയർ മാരേജ് ഈസ് എക്സിസ്റ്റൻസ് അതാണ് പിന്നെ പണിയിക്കുന്നത്. ഇവർക്ക് പറ്റിപ്പ് നടന്നതാണ്, ഇവർക്ക് അബദ്ധം സംഭവിച്ചു പോയതാണ്. പക്ഷെ ഇവർക്ക് പിന്നെയും അബദ്ധം സംഭവിച്ചത് 10 ലക്ഷം സ്വീകരിച്ചത് മാത്രമല്ല, ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഈ നാട്ടില് അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന 4 പേരെയും കൊണ്ട് അവിടെ ചെന്ന് ഇവരുടെ SNDP അവരുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് അതവിടെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ പുള്ളി അംഗീകരിക്കത്തില്ല. വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നിട്ടുണ്ട്, പറഞ്ഞ അജിത കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടു, അവര് അബദ്ധം പറ്റിപ്പോയി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവരേത് സമുദായത്തിൽ ചേർന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുകൊണ്ടൊരു പറയാനില്ലെന്ന് പറയുന്നേ ഉള്ളൂ. ഇതിപ്പോ പിന്നെ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കോംപ്രമൈസിന് അയാൾ വന്നതായിട്ട് പറയുന്നുണ്ട് സ്റ്റേഷനിൽ. ഈ കോടതി ഉത്തരവൊക്കെ വന്നതിന് ശേഷവും വീട്ടിൽ അവർ ഒന്നിച്ച് താമസിച്ചിരിക്കുന്നു. അവിടുന്ന് അദ്ദേഹം ജോലിക്ക് പോയിരിക്കുന്നു. 5 മാസത്തോളം അല്ലേ? 5 മാസം ഒരുമിച്ച് തന്നെ താമസിച്ചിരിക്കുന്നു. അപ്പോ അവിടെ വെച്ചൊരു കോംപ്രമൈസ് സംസാരിച്ചപ്പം 10 ലക്ഷം രൂപ കൊടുക്കാം, അയാളുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കൊടുക്കാന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെ അദ്ദേഹം വിചാരിച്ചു കാണും ഒരു വീട് അയാൾക്കുള്ളത്, വേറെ അദ്ദേഹത്തിന്റെ പേര് വീടൊന്നും ഇല്ലല്ലോ, ആകപ്പാടെ ഒരു വീടേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കെട്ടിലുള്ള മോന് എന്തെങ്കിലും കൊടുക്കണം ഇതിനകത്തുനിന്ന്. വേറെ അയാളുടെ ആബ്സെൻസിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതിനകത്ത് ഇത് കേൾക്കാവുന്നത് മാത്രമേ ഉള്ളൂ, ഒരു ഉത്തരവ് അതിനകത്ത് പാസ്സാനൊക്കത്തില്ല. പിന്നെ അവർക്ക് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഇടയ്ക്കാൻ പറഞ്ഞു പോയതാ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഇതിനകത്ത് വേണമെന്ന് വെച്ചാൽ ഒരു പരിഹാരം കിട്ടും.